ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവനെ, നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും പലവിധ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. വിവാഹ തടസ്സമായിരിക്കാം, സന്താന സൗഭാഗ്യ തടസ്സമായിരിക്കാം, ജോലി തടസ്സങ്ങൾ, യാത്രാ തടസ്സം, പഠനത്തിലുള്ള തടസ്സം, സാമ്പത്തിക മേഖലയിലുള്ള തടസ്സം, വീട് വയ്ക്കുന്നതിനുള്ള തടസ്സം, അങ്ങനെ പലവിധ തടസ്സങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന വചനം ഈ തടസ്സങ്ങൾക്കെല്ലാം വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു വചനമാണ്. അത് മിക്ക പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം തിരുവചനമാണ്. വചനം ഇപ്രകാരമാണ്: മതിലിൽ പഴുതുണ്ടാക്കുന്നവർ അവർക്ക് മുമ്പേ പോകും, അവർ കവാടം തകർത്ത് പുറത്തു കടക്കും, അവരുടെ രാജാവ് അവർക്ക് മുമ്പേ നടക്കും, കർത്താവ് അവരെ നയിക്കും എന്നാണ് പറയുന്നത്. വളരെ ശക്തമായ വചനം പറയുകയാണ്, മതിലിൽ പഴുതുണ്ടാക്കുന്നവർ അവർക്ക് മുമ്പേ പോകും. നമുക്കറിയാം, നമ്മുടെ തടസ്സങ്ങളുടെ മുമ്പേ ദൈവം തന്നെ സാന്നിധ്യവും അത്ഭുതകരമായ കരസ്പർശവും അയച്ച് അതെല്ലാം നീക്കിക്കളയുമെന്നുള്ള വലിയ പ്രത്യാശയുടെ വചനമാണ്. അതിനുശേഷം പറയുകയാണ്, അവർ കവാടം തകർത്ത് പുറത്ത് കിടക്കും. അപ്പം നമുക്കറിയാം, നമ്മുടെ തടസ്സത്തിൻ്റെ എല്ലാ കവാടങ്ങളെയും ഈ വചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി തകർത്ത് കളയുന്ന പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവത്തെ നമുക്കറിയാവുന്നതാണ്. തൻ്റെ ജനമായ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് നടന്നു നീങ്ങിയപ്പോൾ കടലിനെ 2-ആയി വിഭജിച്ച് ആ കടലിൻ്റെ നടുവിലൂടെ വഴിവെട്ടി നടത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് നമ്മുടെ തടസ്സങ്ങളിലേക്ക് ഇടപെടാനായിട്ട് വലിയ സമയത്തിൻ്റെ കാര്യമൊന്നുമില്ല. വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്നാൽ മാത്രം മതി. അതിനുശേഷം പറയാണ്, അവരുടെ രാജാവ് അവർക്ക് മുമ്പേ നടക്കും. ദൈവം നിന്റെ തടസ്സങ്ങൾ മുമ്പേ നടന്ന്, നിന്റെ വിവാഹ തടസ്സമായിരിക്കാം, ജോലി തടസ്സമായിരിക്കാം, യാത്രാ തടസ്സമായിരിക്കാം, സാമ്പത്തിക മേഖല തടസ്സമായിരിക്കാം, അതിനെല്ലാം നീക്കിക്കളയും. കർത്താവ് അവരെ നയിക്കും. നിന്നെ കൈപിടിച്ച് നിന്റെ തടസ്സത്തിൽ നിന്ന് നിന്റെ ദൈവം നിന്നെ കരകയറ്റുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന അനുഗ്രഹത്തിൻ്റെ വചനമാണ്. ഒരു സ്നേഹമുള്ളവരെ, തടസ്സങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട വചനം മിക്ക പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം തിരുവചനം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പലവിധ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ മക്കളെ തങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം, ജോലി തടസ്സം, വീട് വയ്ക്കാനുള്ള തടസ്സം, യാത്രാ തടസ്സം, സാമ്പത്തിക മേഖലയിലുള്ള തടസ്സങ്ങൾ, സന്താന സൗഭാഗ്യത്തിൻ്റെ മേഖലയിലുള്ള തടസ്സങ്ങൾ, കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഈ സഹോദരങ്ങളിലേക്ക് സമൃദ്ധമായി വർഷിക്കണമേ. മിക്ക പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വചനത്തിൻ്റെ ശക്തിയാൽ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിച്ച് അവരുടെ തടസ്സങ്ങളെ നീക്കി അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.